ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോഴും നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഇപ്പം ഭയങ്കര ശാന്തത കേട്ടോ. എന്താ വെച്ചാൽ വണ്ടിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ്. നമ്മളെ പൂച്ചമക്കളൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളെ ഗേറ്റിൻ്റെ ഇപ്പോൾ തുറന്ന വാതിലിൻ്റെ ശബ്ദം കേട്ടാലാണ് കേട്ടോ അവർ ഓടി വരിക. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക നമ്മൾ എണീറ്റിട്ടുണ്ട് എന്നല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ നല്ല ശാന്തതയായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇനി സ്കൂളിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവൾക്ക് ടിഫിൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് ചോറ് മാത്രം അവൾക്ക് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കോവക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരിയെല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ തലേ ദിവസത്തെ മട്ടൻ കറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു അവൾക്ക് ടിഫിനൊക്കെ കൊടുത്ത് വിട്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ പപ്പായ ഒന്ന് റെഡിയാക്കുകയാണ്. നല്ല പഴുത്ത പപ്പായ കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ അത് കഴിക്കുമ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് എനിക്ക് മോട്ടർ ഒന്ന് ചാലാക്കണേനും മോട്ടർ ഇട്ട മോളിക്ക് വെള്ളം കയറ്റണേനും. അപ്പോൾ ഞാൻ പോയി പുറത്തെല്ലാം പോയി ഒന്ന് സ്വിച്ചൊക്കെ ഇടാൻ പോയതാട്ടോ, വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അതൊക്കെ ഇട്ട് പിന്നെ അപ്പോൾ ഇതാ അവൾക്ക് ദോശയും കറിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് അരി അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എനിക്ക് എന്താ പറയുക നമ്മളെ കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഉള്ളിയും അതുപോലെ നമ്മളെ തേങ്ങയും കൂടി ഒന്ന് ജീരകം കൂടി ചേർത്തിട്ടൊന്ന് വെക്കുന്നുണ്ട്, അരി അരച്ചിട്ട്. പിന്നെ ഇനി നമുക്ക് ശർക്കരയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പം. അപ്പം ഞാൻ അത് അരിയും കൂടി അങ്ങ് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് അരിങ്ങ് അരച്ചെടുത്ത് എന്നിട്ട് പിന്നെ ശർക്കര ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരി അരച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ അധികം വെള്ളം കൂടി പോകണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ചേർത്തിട്ട് തന്നെയാണ് അരി അരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സാധാ അരി തന്നെയാണ്, പച്ചരി ഒന്നല്ല, സാധാ നമ്മളെ ചോറിൻ്റെ അരി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ അപ്പോൾ ഇന്ന് രാവിലെ ഇതായിരുന്നു നാസ്തക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, വല്ലാണ്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പൊക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പും ഒക്കെ വരാൻ പോവുമല്ലേ. അപ്പോൾ നോമ്പിൻ്റെ വൃത്തിയാക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മുകളിലും താഴെയൊക്കെ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക കല്യാണങ്ങളും ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ വരാൻ നല്ലോണം നേരം വൈകുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു കിണ്ണുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നമ്മളെ പണ്ടത്തെ സ്റ്റീലിൻ്റെ കിണ്ണം. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കിണ്ണത്തപ്പം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു 4-5 കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഞാൻ കട്ടി കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരെയും നോമ്പിൻ്റെ ഇതൊക്കെ കഴിഞ്ഞോ, പരിപാടികളൊക്കെ കഴിഞ്ഞോ, വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞോ കമൻറ്റിൽ കൂടെ അയക്കണേ. എൻ്റേതിപ്പം ഞാൻ പകുതിയോളം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്, ഫുള്ളായിട്ടങ്ങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോക്കും വരവും അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ പരീക്ഷയാണ് ഈ മാസം കുട്ടികളത്. അപ്പോൾ ഇന്നത്തേത് ഒരു കൊച്ചു വീഡിയോ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ തുണിയൊക്കെ ഞാൻ മുകളിലേക്കൊന്ന് ആറിടാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണങ്ങിയ തുണി അങ്ങ് താഴേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടിൻ്റെ അറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ ലൈക്കും കൂടി തരിക, കമൻറ്റും കൂടി അയക്കാം കേട്ടോ.